ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത് CDSന്റെ ക്ലാസ്സസ് ആണ്. സോ ഇന്ന് GKയുടെ സ്പെസിഫിക് നെയിംസ് ഓഫ് പ്ലേയിങ് ഏരിയ എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ തവണ അതായത് 2024 CDS 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്പെസിഫിക് നെയിംസ് ഓഫ് പ്ലേയിങ് ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ PYQ ഡിസ്കഷൻ നടത്തുന്ന ആ ഒരു ടൈമിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് കാണിച്ച് പറഞ്ഞു തരാം കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെന്താ, നോട്ട്സ് കംപ്ലീറ്റ് CDSന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് വേണ്ടവർ എന്ത് ചെയ്യുക, പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. നോട്ട്സ് വേണ്ടവർ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്യുക, പ്രൈവറ്റ് മെസ്സേജ് ചെയ്യുക. ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും കൊടുത്തേക്കാം. ഗ്രൂപ്പിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു പ്ലേയിങ് ഏരിയക്ക് പറയുന്ന പേരെന്താണ്? പിച്ച് എന്നാണ് ക്രിക്കറ്റ് കളിക്കുന്ന പ്ലേയിങ് ഏരിയക്ക് പറയുന്ന പേര്. ഇതൊക്കെ അറിയാവുന്നതാണ്, ബട്ട് സ്റ്റിൽ ഒന്നുകൂടി ഓർത്ത് വെക്കുക, അതിനുവേണ്ടിയാണ് പറയുന്നത്. പിന്നെ സ്വിമ്മിങ് നടക്കുന്ന ആ ഒരു പ്ലേയിങ് ഏരിയയുടെ പേരെന്താണ്? പൂൾ എന്നാണ് സ്വിമ്മിങ് നടക്കുന്ന പ്ലേയിങ് ഏരിയ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജൂഡോ കരാട്ടെ ഒക്കെ നടക്കുന്ന എവിടെയാണ്? മാറ്റിലാണല്ലേ. അപ്പൊ ജൂഡോ കരാട്ടെ ഒക്കെ നടക്കുന്ന ആ ഒരു പ്ലേയിങ് ഏരിയക്ക് പറയുന്ന പേരെന്താണ്? മാറ്റ്. അതുപോലെ അത്ലറ്റിക്സ് നടക്കുന്ന എവിടെയാണ്? ട്രാക്കിലാണ്. അപ്പൊ അത്ലറ്റിക്സ് നടക്കുന്ന ആ ഒരു പ്ലേയിങ് ഏരിയക്ക് പറയുന്ന പേരെന്താണ്? ട്രാക്ക്. ഫീൽഡ്, അതായത് ഫുട്ബോൾ ഹോക്കി ഒക്കെ നടക്കുന്ന ആ ഒരു പ്ലേയിങ് ഏരിയക്ക് പറയുന്ന പേരെന്താണ്? ഫീൽഡ്. അതായത് ഫുട്ബോൾ ഫീൽഡ്, ഹോക്കി ഫീൽഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ ഫുട്ബോൾ ഹോക്കി ഒക്കെ നടക്കുന്ന ആ പ്ലേയിങ് ഏരിയക്ക് പറയുന്ന പേരെന്താണ്? ഫീൽഡ്. പിന്നെ ടെന്നീസ്, ഹാൻഡ്ബോൾ, വോളിബോൾ, സ്ക്വാഷ് ഒക്കെ നടക്കുന്ന എവിടെയാണ്? കോർട്ടിലാണ് അല്ലേ. ടെന്നീസ് കോർട്ട്, വോളിബോൾ കോർട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ അതൊക്കെ ഈ ടെന്നീസ്, ഹാൻഡ്ബോൾ, വോളിബോൾ, സ്ക്വാഷ് ഒക്കെ നടക്കുന്ന എവിടെയാണ്? കോർട്ടിലാണ്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് എവിടെയുണ്ട്? നമ്മുടെ കയ്യിലുണ്ട്. വേണമെന്നുള്ളവർ ജസ്റ്റ് എനിക്കൊന്ന് DM ചെയ്യുക. പിന്നെ അതുപോലെ ടേബിൾ ടെന്നീസ് നടക്കുന്ന എവിടെയാണ്? ബോർഡിലാണല്ലേ. ടേബിൾ ടെന്നീസ് നടക്കുന്ന എവിടെയാണ്? ബോർഡിലാണ് നടക്കുന്നത്. ടേബിൾ ടെന്നീസ് ബോർഡ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ എക്സാമിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിരിക്കും. നമുക്ക് അപ്പോൾ ഒരു ഡൗട്ട് വരും, ഓക്കെ ഇതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, ഇതിപ്പോ ഓർത്തിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. പിന്നെ ബോക്സിംഗ് നടക്കുന്നത് എവിടെയാണ്? റിങ്ങിലാണ് ബോക്സിംഗ് നടക്കുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. പ്ലേയിങ് ഏരിയയും അതൊക്കെ ഒരു സ്പെസിഫിക് നെയിംസ് ഓഫ് പ്ലേയിങ് ഏരിയ, അത് നമുക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം. ക്രിക്കറ്റ് നടക്കുന്നത് എവിടെയാണ്? പിച്ചിലാണ് ക്രിക്കറ്റ് നടക്കുന്നത്. അതുപോലെ സ്വിമ്മിങ് നടക്കുന്ന എവിടെയാണ്? പ്ലേയിങ് ഏരിയയുടെ പേര് എന്താണ്? പൂൾ. ക്രിക്കറ്റ് നടക്കുന്ന പ്ലേയിങ് ഏരിയയുടെ പേര് പിച്ച്. അതുപോലെ തന്നെ സ്വിമ്മിങ് പ്ലേയിങ് ഏരിയയുടെ പേര് എവിടെയാണ്? പേരെന്താണ്? പൂൾ. അതുപോലെ തന്നെ ജൂഡോ കരാട്ടെ ഒക്കെ നടക്കുന്ന ആ ഒരു പ്ലേയിങ് ഏരിയയുടെ പേരെന്താണ്? മാറ്റ്. അത്ലറ്റിക്സ് നടക്കുന്ന പ്ലേയിങ് ഏരിയയുടെ പേരെന്താണ്? ട്രാക്ക്. ഫുട്ബോൾ ഹോക്കി ഒക്കെ നടക്കുന്ന പ്ലേയിങ് ഏരിയയുടെ പേരെന്താണ്? ഫീൽഡ്. ടെന്നീസ്, ഹാൻഡ്ബോൾ, വോളിബോൾ, സ്ക്വാഷ് ഒക്കെ നടക്കുന്ന പ്ലേയിങ് ഏരിയയുടെ പേരെന്താണ്? കോർട്ട്. ടേബിൾ ടെന്നീസ് നടക്കുന്ന പ്ലേയിങ് ഏരിയയുടെ പേരെന്താണ്? ബോർഡ്. ബോക്സിംഗ് നടക്കുന്ന പ്ലേയിങ് ഏരിയയുടെ പേരെന്താണ്? റിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു GKയുടെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. സോ കംപ്ലീറ്റ് ക്ലാസ്സസ് CDSന്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് ഉണ്ടാവും. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. വേറെ ഒരു ടെക്സ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ടൈം കളയേണ്ടയോ ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തരുന്നതാണ്. സോ മെസ്സേജ് ചെയ്യുക എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക.